നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ സംസ്ഥാനത്ത് കൃത്യമായ ആധിപത്യം പുലർത്തി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് UDF. എന്തായാലും UDF 17 സീറ്റുകളിലും NDA 2 സീറ്റുകളിലും CPM 1 സീറ്റിലുമാണ് ലീഡ് ചെയ്യുന്നത്. NDA അവസാന വട്ടം വലിയ സസ്പെൻസ് ഒരുക്കിയത് തിരുവനന്തപുരത്ത് തന്നെയാണ്. തിരുവനന്തപുരത്ത് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള ലീഡ് നില മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അന്തിമ ഫലം ഏതാനും നിമിഷത്തിനുള്ളിൽ തന്നെ പുറത്തുവരും. ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മാറ്റം കൂടിയുണ്ട്. NDA കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ മുന്നേറ്റം, അതായത് പല മണ്ഡലങ്ങളിലും പ്രത്യേകിച്ചും ആലപ്പുഴ അടക്കമുള്ള മണ്ഡലങ്ങളിൽ NDA സ്ഥാനാർത്ഥിക്ക് വലിയ തോതിൽ വോട്ട് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ നേടിയിരിക്കുന്നത് 2,40,580 വോട്ടുകളാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും 1,90,000 മാത്രം ഉണ്ടായിരുന്ന BJPയുടെ വോട്ട് വിഹിതത്തെയാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ഈ 2 ലക്ഷത്തിന് മുകളിലേക്ക് ഏകദേശം 2.5 ലക്ഷത്തോട് അടുപ്പിച്ചിരിക്കുന്നത്. കോട്ടയത്തും സമാനമാണ്. BDJSന്റെ സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളി നല്ല രീതിയിൽ തന്നെ വോട്ട് പിടിച്ചിട്ടുണ്ട്. 1,40,000 മുകളിലേക്ക് വോട്ട് പിടിക്കാൻ തുഷാറിനും സാധിച്ചിട്ടുണ്ട്. ഇടുക്കിയിലാവട്ടെ 89,000 മുകളിലേക്കാണ് അവിടുത്തെ സ്ഥാനാർത്ഥി വോട്ട് പിടിച്ചിരിക്കുന്നത്. ഇടുക്കിയിലൊക്കെ അപ്രതീക്ഷിതമായ മുന്നേറ്റം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. പത്തനംതിട്ടയിലും സമാനമായ സ്ഥിതി തന്നെയാണ്. അനിൽ ആന്റണി 1,20,000 മുകളിൽ വോട്ട് പിടിച്ചിട്ടുണ്ട്. കോഴിക്കോടും സമാനമായ അവസ്ഥയുണ്ട്. 1,41,000 മുകളിൽ വോട്ട് പിടിക്കാൻ NDA സ്ഥാനാർത്ഥിക്ക് സാധിച്ചിട്ടുണ്ട്. വയനാട് K. സുരേന്ദ്രൻ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് വിഹിതം ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമുക്കറിയാം തുഷാർ വെള്ളാപ്പള്ളി ആയിരുന്നു വയനാട്ടിൽ മത്സരിച്ചത്. ഇത്തവണ BDJSനല്ല മറിച്ച് BJP തന്നെ നേരിട്ടായിരുന്നു വയനാട്ടിൽ അംഗത്തിനിറങ്ങിയത്. ഇവിടെയും കാര്യമായ പുരോഗതി തന്നെ നേടാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പ്രോഗ്രസ് ഒക്കെ കാണിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ മുന്നേറ്റം തന്നെയാണ്. കേരളത്തിൽ കരുത്തറിയിക്കുകയാണ് NDA എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനോടകം തന്നെ അവർ തൃശൂർ സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ വീട്ടിലടക്കം വിജയ ആഹ്ലാദങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട്. NDAക്ക് ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നേടാൻ സാധിച്ചത് എന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.